ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിൻ്റെ 2025 9-ാം പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരുവചനത്തെ ധ്യാനിപ്പാൻ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നതും പഠിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും നെഹമ്യായുടെ പുസ്തകം 8-ാം അധ്യായത്തിലൂടെ അതിൻ്റെ 9-ാം തിരുവചനത്തിൽ എഴുതപ്പെട്ട വചനം, നിയമം വായിച്ചു കേട്ട ജനമെല്ലാം കരഞ്ഞു. ഇന്ന് മകനെ, മകളെ, തിരുവചനങ്ങളെ വായിക്കുമ്പോൾ ഒരു ലൈബ്രറി പുസ്തകം എടുത്ത് വായിക്കുന്നത് പോലെയോ രാവിലെ വരുന്ന ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കുന്നത് പോലെ ആണോ? അതോ അത് നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുന്നുണ്ടോ? അത് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നുണ്ടോ? ഇതാ, നെഹമ്യായുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ നിയമം പരസ്യമായി വായിക്കുമ്പോൾ അത് കേട്ട ജനമെല്ലാം കമിഴ്ന്ന് വീണ് നെഞ്ചുപൊട്ടി ദൈവത്തെ വിളിക്കുന്ന, അനുതാപത്തിലേക്ക് അവരെ മാറ്റുന്ന, ദൈവകൃപ കൊണ്ട് അവരെ നിറയ്ക്കുന്ന, പാവബോധത്തിലേക്ക്, പശ്ചാത്താപത്തിലേക്ക് അവരെ നയിക്കുന്ന കൃപ വചനത്തിൽ നിന്ന് ഒഴുകി. ഇന്ന് വചനം വായിക്കുമ്പോൾ ദൈവകൃപ ഒഴുകുവാൻ തക്കവിധം ഈ പ്രഭാതത്തിൽ ദൈവവചനത്തോട് വിധേയത്വത്തോടെ, എളിമയോടെ വചനത്തെ സ്വീകരിച്ച് വചനം അനുതാപം പകരുമെന്ന അഭിഷേകം, ആ ഒരു വലിയ കൃപ, വിശ്വാസകൃപ നമ്മൾ ഉജ്ജ്വലിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥനാപൂർവം നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.